പ്രിയപ്പെട്ടവരെ, എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ ഹിന്ദി മൂവി ഇതാ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏപ്രിൽ 18-ാം തീയതി. അതിൻ്റെ പേര് കേസരി ചാപ്റ്റർ 2 എന്നാണ്. ഈ ഹിന്ദി സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം അതുല്യനായ ഒരു മലയാളിയുടേതാണ്. ഒരുപക്ഷെ ഈ പറയുന്ന പേര് എല്ലാ മലയാളികൾക്കും ഏതെങ്കിലും പാഠപുസ്തകത്തിലെങ്കിലും പഠിച്ചിട്ടറിയാമായിരിക്കും. സി ശങ്കരൻ നായർ എന്ന സർ ചേറ്റൂർ ശങ്കരൻ നായർ പാലക്കാട് മങ്കര എന്ന ഗ്രാമത്തിൽ ജനിച്ച് വിശ്വത്തോളം വളർന്ന മലയാളിയാണ്. അദ്ദേഹം മരണമടയുന്നത് 1934 ഏപ്രിൽ 24-നാണ്. എന്താണ് ശങ്കരൻ നായർ ഇങ്ങനെ ഒരു ഹിന്ദി സിനിമയുടെ ഭാഗമാവാൻ, അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാകാൻ കാരണം എന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് മൊത്തം ഇന്ത്യയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വലിയ കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ പതനം ആരംഭിക്കുന്നതിൻ്റെ ഒന്നാമത്തെ സൂചന എന്ന രൂപത്തിൽ പറയുന്നത് 1857 കലാപമല്ല, മറിച്ച് 20-ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ 1919 ഏപ്രിൽ 13-ാം തീയതി പഞ്ചാബിലെ അമൃത്സറിലുള്ള ജലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് നടന്ന കൂട്ടക്കൊലയുണ്ടല്ലോ. അവിടെ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ ഡയർ എന്ന് പറയുന്ന ധിക്കാരി നടത്തിയ അതിക്രൂരമായ കൊലപാതകം, ഒരുതരം വംശഹത്യ എന്നൊക്കെ പറയാവുന്ന വിധത്തിലാണ് സമാധാനപൂർവ്വം സമ്മേളിച്ച നാട്ടുകാർക്ക് നേരെ നൂറുകണക്കിന് പട്ടാളക്കാർ വന്നിട്ട് നിർദാക്ഷിണ്യം അവരെ വെടിവെച്ച് കൊല്ലൂ എന്ന് പറഞ്ഞത്. അതിനിടയിലുണ്ടായിരുന്ന കിണറ്റിൽ ചാടിയവർ, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ വശവും അടച്ചിരുന്നിട്ടും മതിലുകൾ കയറി ഓടി രക്ഷപ്പെടാൻ പോയവരെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. അത് അവർ അള്ളിപ്പിടിച്ച് കയറുന്നു, അവരെയും കൊല്ലൂ എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുടെ കണക്കിൽ 379 പേരെ മരിച്ചുള്ളൂ എന്ന് പറയുന്നെങ്കിലും കൃത്യമായി കണക്കെടുക്കുമ്പോൾ 1500-ലധികം 1600-ലധികം പേർ മരണമടഞ്ഞു. പിന്നീട് പരിക്ക് പറ്റിയവരും കൂടി ചേരുമ്പോൾ എന്ന കണക്ക് പുറത്തു വന്ന ആ ഒരു കൂട്ടക്കൊലയുണ്ടല്ലോ. ഈ കൂട്ടക്കൊല സംഭവത്തെ തുടർന്ന് കൈകഴുകി അതിന് ഉത്തരവാദിത്വം വന്ന ഡയർ എന്ന ഉദ്യോഗസ്ഥന് കുഴപ്പമൊന്നുമില്ല, കുറ്റക്കാരനൊന്നുമല്ല, അവിടെ സംഘടിച്ച കലാപകാരികളെയാണ് അയാൾ കൊല്ലാൻ ഉത്തരവിട്ടത് എന്നൊക്കെ പറഞ്ഞ് കൈകഴുകാൻ നേരത്ത് അവിടെയാണ് നമ്മുടെ മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ കൊടുത്ത സർ പദവിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബാരിസ്റ്റർ മികവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പോരാട്ടം, അതാണ് കോർട്ട് റൂം ഡ്രാമ പോലെയായി കേസരി 2 എന്ന സിനിമയിലൂടെ കരൺ സിംഗ് ത്യാഗി എന്ന സംവിധായകൻ അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ ശേഷം എത്ര മലയാളികൾ അതിൻ്റെ നാഷണൽ പ്രസിഡൻ്റായി മാറിയിട്ടുണ്ട്? ആ ചരിത്രമൊന്ന് പരിശോധിക്കുമ്പോൾ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന ഒറ്റ പേരാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക. അദ്ദേഹം 1897 കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവായി മാറി. ഒറ്റ വർഷം. ആ ശങ്കരൻ നായർ 1919 ഈ സംഭവം നടന്നതിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, പഞ്ചാബിലെ ജനങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഒരു ബാരിസ്റ്റർ എന്ന രൂപത്തിൽ വാദിച്ച് ബ്രിട്ടീഷ് സർവാധിപത്യത്തിൻ്റെ സർവ്വ മുഖങ്ങളെയും കടപുഴക്കി എറിഞ്ഞ് ഡയർ കുറ്റക്കാരനാണ് എന്ന രൂപത്തിൽ വിധി കൊണ്ടുവന്ന് അങ്ങനെ അജയ്യനായി അതുല്യനായി മാറിയ ആ ശങ്കരൻ നായരുടെ കഥയാണ് ഇതാ ഹിന്ദിയിൽ ഇപ്പോൾ വിപുലമായ ചർച്ചകളോടെ സിനിമയായി വന്നിരിക്കുന്നത്. തിയേറ്ററുകൾ നിറഞ്ഞ് ഓടുകയാണ് ഈ മലയാളിയുടെ ജീവിതം കാണാൻ. അദ്ദേഹം എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത്, നേരിട്ട ചലഞ്ചസ് എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് നേരിട്ടറിയാൻ വേണ്ടി. മാത്രമല്ല, ഇപ്പോൾ ഗാന്ധി സിനിമ അടക്കം റിച്ചാർഡ് അറ്റൻബറോയുടെ അങ്ങനെയുള്ള ഓസ്കാർ നേടിയ ഗാന്ധി സിനിമ അടക്കമുള്ള സിനിമകളിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വിഷയമായി വന്നിട്ടുണ്ട്, അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, എത്രയോ രംഗങ്ങൾ, ചരിത്ര മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടവരാണ്. ഈ ഒരു സിനിമയിൽ കേസരി 2 എന്ന ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിലൊക്കെ പതിയും. ഒരിക്കലും നമ്മൾ മറക്കില്ല ആ വിഷ്വൽസ്. എത്ര ക്രൂരമായിട്ടാണ്, എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ നാട്ടുകാരെ ബ്രിട്ടീഷ് സർവാധിപതികൾ കൊന്നൊടുക്കിയതെന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ആ ചരിത്രം അയവിറക്കാനും എന്ത് കഷ്ടപ്പാടിലൂടെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ നാട് എത്തിയത് എന്നതൊക്കെ മനസ്സിലാക്കാനും ഈ സിനിമ കുട്ടികളെ അടക്കമുള്ളവരെ കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മലയാളിയായ ശങ്കരൻ നായരായിട്ട് അഭിനയിക്കുന്നത് അക്ഷയ് കുമാറാണ്. അക്ഷയ് കുമാർ എന്ന നടൻ്റെ സർവ്വ വൈഭവവും പ്രകടമാക്കുന്ന വിധത്തിൽ
ഏതാണ്ട് രൂപസാദൃശ്യമൊക്കെ ശങ്കരൻ നായരുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിലെങ്കിലും ഇത് ശങ്കരൻ നായർ തന്നെയല്ലേ, നമ്മുടെ പാലക്കാട്ടുകാരൻ തന്നെയല്ലേ എന്നൊക്കെ തോന്നാവുന്ന വിധത്തിൽ പരമാവധി നീതി പുലർത്തിക്കൊണ്ടാണ് അക്ഷയകുമാർ ഈ കഥാപാത്രത്തെ സ്വാംശീകരിച്ചിരിക്കുന്നത്. അതുപോലെ തമിഴ് നടനായ മാധവൻ അതിഗംഭീരമായി അഡ്വക്കേറ്റ് ശങ്കരൻ നായരുടെ ഓപ്പോസിറ്റായിട്ടുള്ള വേഷം അഭിനയിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയായിട്ടുള്ള ആംഗ്ലോ ഇന്ത്യൻ ബാരിസ്റ്ററായി നിന്നുകൊണ്ട് ഒരു ഫൈറ്റിംഗ് നടത്തി പരാജയപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ ഈ സിനിമയിൽ നന്നായിട്ട് കാണാം. ഏതായാലും ഒന്ന് കണ്ടിരിക്കേണ്ട സിനിമ എന്ന ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കുന്നു.